അത് പഥ്യമായിട്ട് സകലവും ജീവിക്കും. വാ തുറന്ന് ശബ്ദമുയർത്തി പറയാമോ? സകലത്തെയും ജീവിപ്പിക്കുന്ന നദി, സകലത്തെയും ജീവിപ്പിക്കുന്ന നദി, സകലത്തെയും ജീവിപ്പിക്കുന്ന നദി. ഒരിക്കൽ ഈ നദിയെ കുറിച്ച് യേശു കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യോഹന്നാൻ 7:37, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചത്ര യേശു പറഞ്ഞത്. എഹെസ്കേൽ 47:9 പറയുകയാണ്, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് വളരെ മത്സ്യമുണ്ടാകും. നിന്റെ ശൂന്യതകളെ ഈ നദിക്ക് മാറ്റാൻ കഴിയും. നിന്റെ മരണപ്പെട്ട അവസ്ഥകളെ ഈ നദിക്ക് മാറ്റാൻ കഴിയും. ഈ നദി വരുമ്പോൾ അവിടെയെല്ലാം പഥ്യമായി തീരും. ഈ നദിക്ക്, ഈ ആത്മാവിൻ്റെ നദിക്ക്, ഈ പരിശുദ്ധാത്മാവിന് നിന്നെ വിശുദ്ധീകരിക്കാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവിന് വളരെ നന്മകൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നിലുള്ള ജീവൻ വർദ്ധിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, ഈ ആത്മതന്ന് നിന്റെ ഭവനത്തിൽ ഒഴുകിയാൽ ആ ഭവനത്തിലെ സകലതിലും ജീവൻ വ്യാപരിക്കും. ഈ ആത്മനദി നിന്റെ പട്ടണത്തിൽ ഒഴുകിയാൽ ആ പട്ടണത്തിൽ സകലത്തിൻ്റെയും അകത്ത് ജീവൻ ചലിക്കും. ഇന്ന് ഈ പകലിൽ ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മ പ്രവർത്തിക്കും പരിശുദ്ധാത്മ ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യനാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നവനല്ല, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വിധേയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനും ഈ നിമിഷം വരെ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ആത്മാവ് ചലിക്കുന്നിടത്ത് ജീവൻ വ്യാപരിക്കും. ആത്മശക്തി വ്യാപരിക്കുന്നിടത്ത് പുതുക്കങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ ആത്മാവ് എവിടെ വ്യാപരിക്കുന്നോ അവിടെ വെളിപ്പെടുന്ന ഒരു സമൃദ്ധിയുണ്ട്, അവിടെ വെളിപ്പെടുന്ന ഒരു സമാധാനമുണ്ട്, അവിടെ വെളിപ്പെടുന്ന ഒരു സൗഖ്യമുണ്ട്, അവിടെ വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ദൈവകൃപയിലേക്ക് വരുമ്പോൾ, നിങ്ങൾ യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ ദൈവികമായ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ ലോക്ക് പൊട്ടിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തെടുത്ത് ആ ദൈവകൃപയിലേക്ക് നയിക്കുമ്പോൾ, ഒരു പക്ഷേ പലരും കളിയാക്കിയേക്കാം, പലരും വിമർശിച്ചേക്കാം, നിന്നെ പലരും പരിഹസിച്ചേക്കാം. പക്ഷെ അവരറിയുന്നില്ല നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ. അവരറിയുന്നില്ല നിന്റെ ഭവനത്തിനകത്ത് വന്നു ചേരുന്ന മഹാമത്സ്യങ്ങൾ. അവരറിയുന്നില്ല നിന്റെ ജീവിതത്തെ ദൈവം പഥ്യമാക്കി തീർത്ത അനുഭവങ്ങൾ. ഇന്ന് പകലിൽ എത്ര പേർ അനുഭവത്തിൽ നിന്ന് പറയും, എനിക്ക് ജീവൻ നൽകിയ ഒരു ആത്മാവുണ്ട്, എന്നെ ജീവിപ്പിച്ച ഒരു ആത്മാവുണ്ട്. എന്റെ ചത്ത അനുഭവത്തിൽ നിന്ന്, എന്റെ ചത്ത ആരാധനയിൽ നിന്ന്, എന്റെ പാരമ്പര്യത്തിൽ നിന്ന് ആ ലോക്കിനെ പൊട്ടിച്ച്, ആ ബന്ധനത്തെ അഴിച്ച്, ആ മുഖത്തെ തകർത്ത് എന്നെ പുറത്തെടുത്ത ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഞാൻ അനുഭവമുള്ള വ്യക്തിയാന്നുള്ളവർ ഒരാമീൻ പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷിക്തനെ, ഇത് നമ്മൾ പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു സത്യമല്ല കേട്ടോ. ഈ ഭൂമിയുടെ ആരംഭം തുടങ്ങി, ഉൽപ്പത്തി പുസ്തകം തുടങ്ങി, ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവൃത്തിയെ അംഗീകരിക്കാൻ പറ്റാത്തവന് പഴയ നിയമവും വായിക്കാൻ പറ്റുകയില്ല, പുതിയ നിയമവും വായിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവൃത്തിയെ അംഗീകരിക്കാൻ പറ്റാത്തവൻ അവൻ പഴയ നിയമ വിശ്വാസിയല്ല, പുതിയ നിയമ വിശ്വാസിയല്ല. കാരണം ഇത് രണ്ടിലും അവനില്ല. ഇത് രണ്ടിലും, ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും ഒരുപോലെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു മഹാസമുദ്രമല്ലേ ദൈവത്തിന്റെ ശക്തിയും അവന്റെ കൃപയും. പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, ജനസിസിൽ പ്രാരംഭത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു, എന്നാൽ വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ്, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ്, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ്, and the spirit of God moved upon the face of the water. വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ, വാ തുറന്ന് പറഞ്ഞു, മിണ്ടാൻ പറ്റാത്തവൻ ഉൽപ്പത്തി വായിച്ചേക്കരുത്, ഇത് പറയാൻ പറ്റാത്തവൻ പുറപ്പാട്, എല്ലാത്തിലും ദൈവത്തിന്റെ ആത്മാവുണ്ട്. തുടക്കം മുതലേ ഈ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ ഇതിന്റെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് അവൻ വാ തുറന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്ന, ജീവനില്ലാതിരുന്ന ഭൂമിയിൽ. എന്താ ഇന്നത്തെ സന്ദേശം? പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്നു. ജീവനില്ലാതിരുന്ന ഭൂമിയിൽ, ജീവജാലങ്ങളില്ലാതിരുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സഹോദര സഹോദരി, ആ സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്ഡ്. നമ്മളൊക്കെ
ചില സമയങ്ങളിൽ പറയാറുണ്ട്, ഹോളി സ്പിരിറ്റ്, can you please touch that person? Welcome you Holy Ghost. Move this place. ഇതിന്റെ ആഴം എന്നാ, അർത്ഥം എന്നാ, പറഞ്ഞു എന്നാന്ന് തിരിച്ചറിയുന്നുണ്ടോ? Holy Ghost, move this place. പരിശുദ്ധാത്മാവേ, ഈ സ്ഥലത്ത് നീ മൂവ് ചെയ്യണേന്ന് പറഞ്ഞ് എന്നാന്നറിയാവോ? എല്ലാം തികഞ്ഞ് തൃപ്തനായ നിനക്ക് വേണ്ടിയല്ല, ജീവിതത്തിൽ മരിച്ച, തകർന്ന, തരിപ്പണമായ, പാഴായ, ശൂന്യമായ പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലൂടെ പോകുന്ന അനേകമായിരങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അവരെ ജീവിപ്പിക്കാൻ ടിനു ജോർജിന് പറ്റത്തില്ല, എൻ്റെ ബുദ്ധിയുടെ പ്രസംഗത്തിന് പറ്റത്തില്ല, എൻ്റെ വാക്ചാതുര്യത്തിന് പറ്റത്തില്ല, ആരോ എവിടോ എഴുതി വെച്ച ഏതെങ്കിലും പാട്ടിന് പറ്റത്തില്ല. എന്നാൽ ആ പാട്ടിന്റെ പിറകിൽ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, ആ വചനത്തിന്റെ പിറകിൽ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, ആ പ്രവചനത്തിന്റെ പിറകിൽ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, ആ വചനത്തിന്റെ പിറകിൽ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, ഏതു തകർന്നവനെയും ആത്മാവ് ജീവിപ്പിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ് ജീസസ്. ഓ രാശാന്ത, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന, വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാ തുറന്നൊന്ന് പറ, സ്പിരിറ്റ് ഓഫ് ദ ഗാഡ്, ഹോളി സ്പിരിറ്റ്, മൂവ് മൈ ലൈഫ്, മൂവ് മൈ ഫാമിലി. ദൈവത്തിന്റെ ആത്മാവേ, ശൂന്യമായിരിക്കുന്നിടത്ത് നീ ഒന്ന് ഇറങ്ങണേ. ഇരുളായിരിക്കുന്ന അനുഭവങ്ങളിലോട്ട് നീ ഒന്ന് ഇറങ്ങണേ. ഞാനൊരു പാഴ, എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഐ ആം യൂസ്ലെസ് എന്ന് നിങ്ങളെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ യൂസ്ഫുൾ ആക്കും. നീ കഴിവില്ലാത്തവനാ, മിടുക്കില്ലാത്തവനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ശക്തനാക്കി മാറ്റും. ഇത് അനുഭവത്തിൽ നിന്നാ പ്രിയപ്പെട്ടവരെ. പാഴായ, ശൂന്യമായ വ്യക്തിത്വങ്ങളെ പരിശുദ്ധാത്മാവ് പണിതുയർത്തുമെന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, നാം ഇപ്പോൾ വായിച്ച എഗസ്കേലിന്റെ പ്രവചന പുസ്തകം 47 നാം കണ്ടു, ഈ നദി ചെന്ന് ചേരുന്നിടത്ത് അവിടെ പഥ്യമാകും, അവിടെ സകലവും ജീവിക്കും, ജീവിപ്പിക്കുന്ന ആത്മാവ് അവിടെ വ്യാപരിക്കും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ? നാം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രദർശനമായിരുന്നു. ഞങ്ങൾ ശുശ്രൂഷിച്ചത് ബുദ്ധിയിൽ നിന്നോ ബുദ്ധിയുടെ പ്രമാണത്തിൽ നിന്നോ അല്ല. അതപ്പോൾ പറഞ്ഞത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ ഇത് ദൈവശക്തിയാകുന്നു. ഇതിൻ്റെ പിറകിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതാ എഫേസ്യർ 3:20 പറയുന്നത്. എഫേസ്യർ 3:20 എന്നാ എഴുതിയിരിക്കുന്നത്? അതിശക്തമേറിയ ഒരു വെളിപ്പാടാണ് എഫേസ്യർ 3:20 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, പുതിയ നിയമ സഭയെ, പുതിയ നിയമ വിശ്വാസിയെ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. അക്കോർഡിംഗ് ടു ദ പവർ. ഈ ശക്തിയാൽ, ഈ വ്യാപരിക്കുന്ന ശക്തിയാലാണ്, ഈ വെളിപ്പെടുന്ന ആത്മശക്തി നിമിത്തമാണ് നമ്മൾ ചോദിച്ചതിലും ചിന്തിച്ചതിലും അത്യന്തപരമായി, എൻ്റെ ചിന്തകൾക്കും എൻ്റെ വിചാരങ്ങൾക്കും എൻ്റെ സ്വപ്നങ്ങൾക്കും ഒക്കെ അതീതമായ നിലയിൽ ഞാനൊരു അത്ഭുതമായി തീരുന്നതിൻ്റെ കാരണം ഈ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. നോട്ട് ബിക്കോസ് ഓഫ് മൈ എഡ്യൂക്കേഷൻ, നോട്ട് ബിക്കോസ് ഓഫ് മൈ സർട്ടിഫിക്കറ്റ്സ്, നോട്ട് ബിക്കോസ് ഓഫ് മൈ എബിലിറ്റി, ബിക്കോസ് ഓഫ് ഹിസ് പവർ, ബിക്കോസ് ഓഫ് ഹിസ് സ്പിരിറ്റ്. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു അടി കൊള്ളാതെ ഒരു പോയം എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഒരു ഇംഗ്ലീഷ് എസ്സേ തെറ്റാതെ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. ഹിന്ദി സാറിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കൊള്ളാതെ ഒരു ഹിന്ദി പോയം 2 അടി കൊള്ളാതെ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. എക്സാം വരുമ്പം വീണ്ടും വീണ്ടും ബുക്ക് എടുത്ത് മറിച്ച് നോക്കും. കാരണം എക്സാം ഹോളിൽ ചെല്ലുമ്പോഴും പഠിക്കാൻ വലിയ ഭയങ്കര സംഭവമൊന്നും അല്ലായിരുന്നു. ഞാൻ എൻ്റെ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളതായിരുന്നു. അവൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ. ഒരു ഹിന്ദി പോയം അടി കൊള്ളാതെ കാണാതെ പറയാൻ അറിയാത്ത എനിക്ക്
ഒരു ഇംഗ്ലീഷ് പദ്യം, ഒരു 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 പോയം, ഒരു എസ്സേ 4 വഴക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് കൊള്ളാതെ പറയാൻ പറ്റാത്ത എനിക്ക് ഇന്ന് എത്ര പാട്ട് കാണാതെ അറിയാമെന്നറിയാമോ? ഈ ബൈബിളിൽ എത്ര വചനം എൻ്റെ അകത്ത് ദൈവം സ്റ്റോർ ചെയ്തെന്നറിയാമോ? ദൈവജനമേ, ദിസ് ഈസ് നോട്ട് മൈ എബിലിറ്റി. കഴിവുള്ളവനായിരുന്നെങ്കിൽ അന്നേ അത് വെളിപ്പെടണം. പഠിക്കുന്ന കാലത്ത് ബുദ്ധിമാനായിരുന്നെങ്കിൽ അത് പഠിക്കുന്ന കാലത്ത് വെളിപ്പെടണം. ഒരു ബുദ്ധിയും വലിയ വലിയ സംഭവം ഒന്നും അല്ലാതിരുന്ന നമ്മളെ ഈ വചനം പറയാനും ഒരു പാട്ട് പാടാനും ഒക്കെ ശക്തീകരിക്കുന്നത് കഴിവല്ല, അപ്പനും അമ്മയും ചൊല്ലിത്തന്നതല്ല, കുടുംബക്കാർ അടിച്ചേൽപ്പിച്ചതല്ല, മതവും സഭയും പകർന്നു തന്നതല്ല. പറയാൻ ഒരുവന്റെ പേരേ ഉള്ളൂ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് ബിസിനസ്സുകാരനായതുകൊണ്ടല്ല, ഡോക്ടർ ആയതുകൊണ്ടും ഭയങ്കര എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടൊന്നുമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയയിലും നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. എനിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ല, നിങ്ങൾ വലിയ സംഭവമായിരിക്കും, ഞാനതല്ലായിരുന്നു. എന്നെ ജീവിപ്പിച്ചത്, എനിക്ക് ജീവൻ നൽകിയത്, എന്നെ ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിച്ചത്, എന്നെ ഞാനാക്കി മാറ്റിയത് ഈ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി എന്തെങ്കിലും നടക്കണമെങ്കിൽ വ്യാപരിക്കുന്നൊരു ശക്തി വേണം.